ഭാരതത്തിനെതിരെ യുദ്ധഭീഷണിയുമായി പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ. ഭാരതത്തിനെതിരെ ഒരു യുദ്ധത്തിന് മുഴുവൻ പാക് പൗരന്മാരും തയ്യാറാണെന്ന് ബിലാവൽ ഭൂട്ടോ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ പോലെ യുദ്ധത്തിന് ഭാരതം ഒരുമ്പെട്ടാൽ പാകിസ്ഥാനിലെ മുഴുവൻ പ്രവിശ്യകളിലെയും ജനങ്ങൾ അണിനിരക്കുമെന്ന് ഭീഷണി. നദീജലം തിരികെ ലഭിക്കുന്നതിന് യുദ്ധത്തിന് തയ്യാറെന്നും ബിലാവൽ പറയുന്നു. पाकिस्तान ने ये जंग नहीं छेड़ा था। हम हमेशा अमन के बारे में बात करते हैं। जहां दुनिया भर में पाकिस्तान के सफ़ीर पहुंचे, नुमाइंदे पहुंचे, हमने अमन की बात की, भारत ने जंग की बात की। लेकिन अगर जंग छेड़ा गया है तो हम शाह अब्दुल लतीफ़ पिठाई की धरती से मोदी सरकार को बताना चाहेंगे कि हम पीछे नहीं हटते। सिंधु की तरफ इस किस्म की हमला के बारे में सोचेंगे तो फिर पाकिस्तान के हर सूबे के अवाम आपका मुकाबला करने के लिए तैयार है और ये ऐसे जंग है जो आप ज़रूर हारेंगे. ശ്രീകാന്ത് ഒപ്പം ചേരുന്നു. ശ്രീകാന്ത്, ഈ ബിലാവൽ ഭൂട്ടോയുടെ വിടുവായത്വം ഇതിനു മുൻപും നമ്മൾ കേട്ടിട്ടുണ്ട്. ഭാരതം ആവർത്തിച്ചു പറഞ്ഞതാണ്, നിങ്ങൾ കേണപേക്ഷിച്ചത് കൊണ്ടാണ് യുദ്ധം അവസാനിപ്പിച്ചത്, ഭാരതം ആക്രമണം അവസാനിപ്പിച്ചത്, ഇല്ലെങ്കിൽ ഭീകരതയുടെ അടിവേരറുത്തേനെ എന്നാവർത്തിച്ചു പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം കരസേനാ മേധാവിയും പറഞ്ഞു അടുത്ത യുദ്ധം പ്രതീക്ഷിക്കുന്നുണ്ട് ഭാരതം എന്ന്. അതിന് തൊട്ടു പിന്നാലെയാണ് ബിലാവൽ ഭൂട്ടോയുടെ വിടുവായത്വം വരുന്നത്. എന്താണ് ബിലാവൽ പറയുന്നത്? ഷാജി, ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ കിട്ടിയ തിരിച്ചടിയേക്കാൾ വലുതാണ് ഈ സിന്ധു നദീജല കരാർ നമ്മൾ മരവിപ്പിച്ചതും അവർക്ക് ജലം നൽകാതിരിക്കുന്നതും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് മുകളിൽ വലിയ പ്രഷർ ഇതിനോടകം തന്നെയുണ്ട്. അവിടുത്തെ ജനങ്ങൾ ഒരുപക്ഷെ തെരുവിലിറങ്ങും എന്നുള്ള ഭയം അവർക്കുണ്ട് താനും. അതിനാലാണ് ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളിലൂടെ ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമം അവർ നടത്തുന്നത്. ഇപ്പോൾ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ സിന്ധു നദിക്ക് കുറുകെ ഭാരതം അണക്കെട്ട് പണിയുകയാണെങ്കിൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നാണ് ബിലാവൽ ഭൂട്ടോ പറയുന്നത്. അദ്ദേഹം വിദേശകാര്യമന്ത്രിയായിരുന്നപ്പോൾ പോലും കാര്യമായ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന, കാര്യമായ സംഭാവനകൾ ആ രാജ്യത്തിന് പോലും ചെയ്യാൻ കഴിയാതിരുന്ന വ്യക്തിയാണ് ബിലാവൽ ഭൂട്ടോ. ഒരു പക്ഷേ ഇന്ത്യ ഇത് അത്ര ഗൗരവത്തിലൊന്നും കാണാനും സാധ്യതയില്ല. മറ്റൊന്ന്, ഇന്ത്യയുമായി ഒരു യുദ്ധത്തിന് മുഴുവൻ പാക് പൗരന്മാരും തയ്യാറാണെന്നാണ് ബിലാവൽ ഭൂട്ടോ ഇപ്പോൾ പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ പോലെ ഒരു യുദ്ധത്തിന് ഇന്ത്യ ഒരുമ്പെട്ടാൽ പാകിസ്ഥാനിലെ മുഴുവൻ പ്രവിശ്യയിലെയും ജനങ്ങൾ ഇന്ത്യക്കെതിരെ അണിനിരക്കുമെന്നും ബിലാവൽ ഭൂട്ടോ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. യുദ്ധത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തുമെന്നും ബിലാവൽ ഭൂട്ടോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നദീജലം തിരികെ ലഭിക്കുന്നതിന് യുദ്ധത്തിന് തയ്യാറാണെന്നാണ് ബിലാവൽ ഭൂട്ടോയുടെ അവകാശവാദം. പാക് സൈനിക മേധാവി നടത്തിയ ആണവായുധ ഭീഷണിക്ക് പിന്നാലെയാണ് നിലവിൽ ഈ ബിലാവൽ ഭൂട്ടോയുടെ ഭാഗത്തുനിന്നും ഈ നീക്കം ഉണ്ടാകുന്നത്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അതിർത്തികൾ ഭദ്രമാണ്. നമ്മുടെ സൈന്യം അതിശക്തമായി തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കരസേന സജ്ജമാണെന്ന് അതിൻ്റെ മേധാവി തന്നെ വ്യക്തമാക്കി. വ്യോമസേന ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് കൊടുത്ത തിരിച്ചടിയുടെ കണക്കുകൾ പുറത്തുവിടുകയും ചെയ്തു. ഇതെല്ലാം വാങ്ങിക്കൂട്ടിയിട്ടും പാകിസ്ഥാൻ ഇപ്പോഴും അവരുടെ ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടി തുടരുകയാണ് അവിടുത്തെ നേതാക്കൾ. ഈ അധിക നാളായിട്ടില്ല പാകിസ്ഥാന് വെള്ളം തന്നില്ലെങ്കിൽ ഇന്ത്യയിലെ നദികൾ പിടിച്ചെടുക്കുമെന്നൊക്കെ വീരവാദം മുഴക്കിയിട്ട് ബിലാവൽ ഭൂട്ടോ. അമ്പയെ പരാജയപ്പെട്ടൊരു സാമ്പത്തിക അവസ്ഥയിലാണ് പാകിസ്ഥാൻ. ആ സർക്കാരിനെ, അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ എത്രമാത്രം അവിടുത്തെ ജനങ്ങൾ വെറുക്കുന്നുണ്ടെന്നും പൊതുബോധ്യമുണ്ട് സമൂഹത്തിന്. എന്നിട്ടാണ് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഇന്ത്യയെ പിടിച്ചടക്കുമെന്നൊക്കെ പറയുന്നത്. ശ്രീകാന്ത്, കൃഷ്ണരാജ്, ഈ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. കാരണം അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഈ 6 നദികളിലെ ജലം അവിടേക്ക് ഒഴുകാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായതോടെ വലിയ പ്രതിഷേധത്തിലാണ്. അവിടുത്തെ സർക്കാരിനെതിരെ പ്രതിഷേധം ഉയർന്നുകൂടുകയാണ്. അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ ഇന്ത്യ വിരുദ്ധ മനോഭാവം ഉണ്ടാക്കിയെടുക്കുക എന്നല്ലാതെ അവർക്ക് അതിൽ നിന്നും പുറത്തു കടക്കാൻ മറ്റ് പോംവഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ സ്വാഭാവികമായും നദികൾ പിടിച്ചെടുക്കും,
ഞങ്ങൾ ജനങ്ങളെ കൂട്ടി യുദ്ധം ചെയ്യും തുടങ്ങിയ കലാപരിപാടികൾ അവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നും സ്വാഭാവികമായും ഉണ്ടാകും. ഈ ബിലാവൽ ഭൂട്ടോ എന്തൊക്കെ തരത്തിലുള്ള വാചകമടി നടത്തും എന്നുള്ളത് ഇതിനോടകം നമ്മൾ കണ്ടതാണ്. ഇദ്ദേഹത്തിൻ്റെ പിതാവ് അവിടെ പ്രസിഡന്റായിരുന്ന സമയത്താണ് ഏറ്റവും ദുർബലനായ വ്യക്തി എന്ന രീതിയിൽ, ഭരണാധികാരി എന്ന രീതിയിൽ അറിയപ്പെട്ട വ്യക്തി കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ. അപ്പോൾ സ്വാഭാവികമായും പ്രസ്താവന യുദ്ധം നടത്തുന്നതിൽ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ പിതാവും എത്രത്തോളമാണ് എന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് കൃത്യമായി മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ വാക്കിൽ മാത്രമാണ് കാര്യം. ഭാരതത്തിനെതിരെ യുദ്ധഭീഷണിയുമായി ബിലാവൽ ഭൂട്ടോ മുൻ വിദേശകാര്യമന്ത്രിയാണ്. പക്ഷേ വിടുവായത്വം എന്ന വിലയിരുത്തലാണ് ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകാനിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല.